സെക്കൻഡ് പാർഷ്യൽസ് ടെസ്റ്റാണ് അടുത്തായിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് എന്താണ് മാക്സിമം മിനിമം ഓഫ് എ ഫംഗ്ഷൻ, എന്താണ് റിലേറ്റീവ് എക്സ്ട്രീമ, അബ്സല്യൂട്ട് എക്സ്ട്രീമ, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാക്സിമം മിനിമകൾ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ എഫ് ഓഫ് 2 വേരിയബിൾസ് with continuous second order partial derivatives in some disk centered at a critical point ordered by x naught y naught, and let capital D is equal to fxx at x naught y naught into fyy at x naught y naught minus fxy square of x naught y naught. ഇപ്പോൾ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷന് 2 വേരിയബിൾസ് ആണ്. അതിന് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഒരു ഡിസ്കിനകത്താണ് എന്ന് വെച്ചാൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡിസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും അതിന് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ചുറ്റും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് എഫിന്. അതാണ് എന്നുള്ള കണ്ടീഷൻ. പിന്നെ ഇനി ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ ഈ എക്സ് നോട്ട് വൈ നോട്ട്. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഡി എന്ന് പറയുന്നത് സംഭവം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ല എഫ് എക്സ് എക്സ് അറ്റ് ഈ പർട്ടിക്കുലർ പോയിൻറ്റിലെ വാല്യൂ ആണ് ഡിയുടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. എഫ് എക്സ് എക്സ് ഓഫ് എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എൻ്റെ എഫ് ഐ വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി ഡി ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദിസ് ക്രിട്ടിക്കൽ പോയിൻറ്റും ഗ്രേറ്റർ ദാൻ സീറോ ആണ്. രണ്ടും ഗ്രേറ്റർ ദാൻ സീറോ ആണ്. എഫിന് റിലേറ്റീവ് മിനിമം ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡി ഗ്രേറ്റർ ദാൻ സീറോയും ഈ എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം ഉണ്ടായിരിക്കും അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി ഡി ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് ഹാസ് എ സാഡിൽ പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഈ മാക്സിമം മിനിമം ഉണ്ടാകാൻ സാധ്യതയുള്ള പോയിൻറ്റുകളാണ് ഈ ക്രിട്ടിക്കൽ പോയിൻ്റ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ സീറോ ആയിരിക്കും. അത് ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു എക്സ്ട്രീം, ഒരു റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉള്ള പോയിൻറ്റുകളാണ് ക്രിട്ടിക്കൽ പോയിൻറ്റുകൾ. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീം ആൻഡ് സാഡിൽ പോയിൻറ്റ്സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ 3x² - 2xy + y² - 8y. ഓക്കെ, ഇനി എഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓർഡേഡ് ബൈ എക്സ് വൈയിൽ 6x - 2y. എഫ് ഐ നമ്മൾ കണ്ടുപിടിച്ചു -2x + 2y - 8. ഇനി അറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ ഈ സംഭവങ്ങൾ രണ്ടും ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി 6x - 2y = 0 എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് y = 3x എന്ന് കിട്ടും. അതെടുത്ത് നമ്മൾ അടുത്ത ഇക്വേഷനകത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നമ്മൾ മാക്സിമം മിനിമം ഉണ്ടാകുന്ന ആ പോയിൻറ്റുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റുകളെന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ എഫ് എക്സ് എഫ് ഐയും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ 0യിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഇക്വേഷനകത്തുനിന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ട് അത് മറ്റതിനകത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. എഫ് എക്സ് എഫ് ഐ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നിങ്ങൾ ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കുന്നു. ഇനി ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നമ്മൾ എഫ് എക്സ് എക്സ് എഫ് ഐ വൈ എഫ് എക്സ് വൈ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ എഫ് എക്സ് എക്സും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം ആണെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബൈ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ്. അടുത്ത ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീം ആൻഡ് സാഡിൽ പോയിൻറ്റ്സ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വി ഹാവ് എഫ് ഓഫ് എക്സ് വൈ എഫ് എക്സും എഫ് വൈ നമ്മൾ കണ്ടുപിടിക്കുന്നു. അറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ നമുക്കിത് രണ്ടും ഇക്വേറ്റ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ നിന്ന് നമ്മളെടുത്ത് അത് അടുത്തതിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ക്രിട്ടിക്കൽ പോയിൻറ്റുകളെല്ലാം കിട്ടും. ഓക്കെ, ഈ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ നമ്മുടെ എഫ് എക്സ് എസ് എഫ് എക്സ് വൈ ഡി ഇതെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, ഡി പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ പിന്നെ എന്താണ് സാഡിൽ പോയിൻ്റാണ്. 1 -1 ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ റിലേറ്റീവ് മാക്സിമം ആണ് ഉള്ളത്. 0 നമുക്ക് സാഡിൽ പോയിൻ്റ്. തിയറം: if a function f of 2 variables has an absolute extremum at an interior point of its domain, then their extremum occurs at a critical point. If a function f of 2 variables has an absolute extremum
അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ. ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, 2 വേരിയബിൾ ഫംഗ്ഷനാണ്. അതിനൊരു അബ്സല്യൂട്ട് എക്സ്ട്രീമോ ഉണ്ടെന്ന് വിചാരിക്കുക അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ. അതിൻ്റെ ഡൊമൈനിലെ ഇൻറ്റീരിയർ പോയിൻറ്റിൽ ഒരു അബ്സല്യൂട്ട് എക്സ്ട്രീമോ ഉണ്ടെങ്കിൽ ദെൻ ദിസ് എക്സ്ട്രീം ഒക്കേഴ്സ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ മാത്രമാണ് ഇത് ഒക്കർ ചെയ്യുക എന്നാണ് ഈ തിയറം പറയുന്നത്. ഫൈൻഡിങ് അബ്സല്യൂട്ട് എക്സ്ട്രീം ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ്. ക്ലോസ്ഡ് ആൻഡ് അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയറിലാണ് അതിന് എന്താ പറയുന്നത്, ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീം, അതിൻ്റെ ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയാണ്. അതിൻ്റെ ഡൊമൈനിൽ അതിന് നമ്മളോട് പറയുകയാണ് അതിൻ്റെ ഇൻറ്റീരിയറിലാണ് അതിന് എക്സ്ട്രീം ഉള്ളതെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ പോയിൻറ്റിലേ ഉണ്ടാവുള്ളൂ. ഇനി ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അടുത്തതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന അബ്സല്യൂട്ട് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സിൻ്റെ എക്സ്ട്രീമ കണ്ടുപിടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഉപയോഗപ്പെടും. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റാണ്. ബൗണ്ടഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ എൻക്ലോസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ളതിനെ നമ്മൾ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറിയും കൂടെ ഉൾപ്പെടുമ്പോഴാണ് അത് ക്ലോസ്ഡ് ആവുന്നത്. ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിൻ്റെ എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എഫ് ദാറ്റ് ലൈ ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് ഐ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റീരിയറിൽ എക്സ്ട്രീമ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ അങ്ങനെയുള്ളിടത്ത് നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറത്തിൽ നിന്ന് പറഞ്ഞത് എന്താണ്, ഇൻറ്റീരിയറിലാണ് അങ്ങനെ എക്സ്ട്രീമ ഒക്കർ ചെയ്യുന്നതെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ പോയിൻറ്റിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ക്രിട്ടിക്കൽ പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ ബൗണ്ടറി പോയിൻറ്റ്സ് അറ്റ് വിച്ച് ദി അബ്സല്യൂട്ട് എക്സ്ട്രീമ ക്യാൻ ഒക്കർ. ഇനി ബൗണ്ടറി പോയിൻറ്റിൽ എവിടെയൊക്കെയാണോ അബ്സല്യൂട്ട് എക്സ്ട്രീമ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളത് അത് കണ്ടുപിടിക്കുക. പിന്നെ ഇവാലുവേറ്റ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് ദി പോയിൻറ്റ്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി. അപ്പം ഈ പറഞ്ഞ പോയിൻറ്റുകളിലെല്ലാം നമ്മൾ എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് വാല്യൂസ് ഈസ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ദ സ്മാളസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് ആണ് അബ്സല്യൂട്ട് മാക്സിമം, കുറവുള്ളത് അബ്സല്യൂട്ട് മിനിമം ആണ്. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3xy - 6x - 3y + 7 ഓൺ ദി ക്ലോസ്ഡ് ട്രയാങ്കുലർ റീജിയൻ. ഓക്കെ, അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. അപ്പോൾ ആ റീജിയൻ നമ്മളവിടെ വരച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ റീജിയൻ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടി ∂f/∂x ∂f/∂y നമ്മൾ കണ്ടുപിടിച്ച് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 2 ആണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് മനസ്സിലാവുന്നു. അടുത്തായിട്ട് നമ്മൾ ഇനി ബൗണ്ടറിയിലും ചാൻസ് ഉണ്ട് ഈ എക്സ്ട്രീം ഒക്കർ ചെയ്യാൻ. അപ്പം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 3 ലൈൻ സെഗ്മെൻറ്റ് ചെയ്തതാണ് ബൗണ്ടറി. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ 0 0 3 0 എന്ന് പറയുന്ന താഴത്തെ എക്സ് ആക്സിസിൻ്റെ പാർട്ടായിട്ടുള്ള ലൈനിലേക്ക് നോക്കാം. അപ്പോൾ ആ ലൈനിൽ y = 0 ആണല്ലോ. y = 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആ ലൈനിൽ എങ്ങനെയായി മാറും? അതിനെ നമ്മൾ u of x, y 0 ആണെങ്കിൽ f of x y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു എക്സിൻ്റെ മാത്രമായിട്ടുള്ള ഫംഗ്ഷനായി മാറും. അതിനെ നമ്മൾ u of x എന്ന് വിളിക്കുന്നു. എഫ് അതെന്ന് പറയുന്നത് f of x, 0 ആണ്. അതെന്ന് പറയുന്നത് എന്ത് കിട്ടും? y 0 കൊടുക്കുമ്പോൾ നമുക്ക് -6x + 7 എന്ന് കിട്ടും. ഇപ്പോൾ u' -6 ആണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രീമ ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് -6 ആണ്, 0 ആവുന്നില്ല. സോ അതെന്താ, അതിന് ക്രിട്ടിക്കൽ പോയിൻ്റ് ഒന്നും ഇല്ല ഈ u of x ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൽ. ദസ് ദി എക്സ്ട്രീം വാല്യൂസ് ഓഫ് u of x ഒക്കർ അറ്റ് ദി എൻഡ് പോയിൻറ്റ്സ്. അപ്പം ഈ ലൈനേലില്ല. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എവിടെയൊക്കെ ഒക്കർ ചെയ്യാം? 0യിൽ x = 0യിൽ x = 3യിൽ ഒക്കർ ചെയ്യാം. വിച്ച് കറസ്പോണ്ട്സ് ടു ദ പോയിൻറ്റ് (0 0) ആൻഡ് (3 0 f). ഇനി അടുത്ത ലൈൻ സെഗ്മെൻറ്റ് 0 0യും 0 5 നോക്കാം. y ആക്സിസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് x = 0 ആണ്. സോ നമുക്ക് f of x y എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ മാത്രമുള്ളൊരു ഫംഗ്ഷനായിട്ട് മാറും. അതിനെ നമ്മൾ v of i എന്ന് വിളിക്കുന്നു. ഇപ്പോൾ v of i = f of 0, y -3y + 7 0 ≤ y ≤ 5. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി എൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുമ്പോൾ -3 കിട്ടും. 0 അല്ലല്ലോ. ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അപ്പം എക്സ്ട്രീം വാല്യൂസ് അപ്പോൾ ഈ ലൈനേലില്ല. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിൻറ്റിലായിരിക്കും ഇനി വരുന്നത്. എൻഡ് പോയിൻറ്റ് y = 0 ആൻഡ് y = 5 ആണ്. വിച്ച് കറസ്പോണ്ട്സ് ടു ദ പോയിൻറ്റ് 0 0യും 0 5 ആണ്. അപ്പോൾ ആ 2 പോയിൻറ്റ് നമ്മൾ എടുക്കുക. ഇനി അടുത്തത് 3 0യും 0 5യും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ചരിഞ്ഞ ലൈൻ ഉണ്ടല്ലോ,
ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് y mx പ്ലസ് c ഉപയോഗിക്കുക. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ സൈഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 മൈനസ് y/3 ആണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്. mx പ്ലസ് c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ y ആക്സിസെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ് 0,5 ആണ്. അപ്പോൾ വൈയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതാണ് y ഇൻ്റർസെപ്റ്റ്, അത് 5 ആണ്. അപ്പോൾ y mx പ്ലസ് സിക്കകത്ത് നമ്മളത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ അതിന് wx എന്ന് പറയുന്നത് പുതിയ ഫംഗ്ഷൻ f(x), വൈയുടെ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ വൈയും കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. w' മൈനസ് 10x പ്ലസ് 14, w' = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x = 14/10 7/5 ഈസ് ദി ഓൺലി ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് w. അപ്പോൾ ഇതാണ് ഡബ്ല്യുവിൻ്റെ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ്. എക്സ്ട്രീം വാല്യൂസ് w അപ്പോൾ കുറയുന്ന പോയിൻറ്റുകൾ ഏതൊക്കെയാണ്? x = 0, x = 3, or at the critical point x = 7/5. ഓക്കെ, അപ്പം കുറേ പോയിൻറ്റുകൾ നമുക്ക് കിട്ടി ഇത്രയും പറഞ്ഞ ഡിസ്കഷനകത്തുനിന്ന്. 0, 5, 3, 0, 7/5, 8/3 ഈ പറഞ്ഞ പോയിൻറ്റുകളിലെല്ലാം നമ്മൾ f(x) ഇവാലുവേറ്റ് ചെയ്യുന്നു. അബ്സല്യൂട്ട് വാല്യൂ f(0, 0) എന്ന് പറയുന്നത് 7 ആണ്. അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് f(3, 0) = -11 ആണ്. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ എഫ് എന്ന് പറയുന്നത് 7, എഫിൻ്റെ അബ്സല്യൂട്ട് മാക്സിമം 7 കിട്ടും. അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് -11. ആ ബോക്സിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. നമ്മളിപ്പോൾ കിട്ടിയ ഇത്രയും പോയിൻറ്റുകളിൽ നമ്മൾ f(x) ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ലൈൻ സെഗ്മെൻറ്റുകളുടെ എല്ലാ എൻഡ് പോയിൻറ്റും പിന്നെ ചരിഞ്ഞ ലൈൻ സെഗ്മെൻറ്റ് ഇതാക്കുമ്പോൾ അത് എല്ലാത്തിൻ്റെ എൻഡ് പോയിൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റും. ഓക്കെ, അതേപോലെ നമ്മുടെ മറ്റേ ലൈൻ സെഗ്മെൻറ്റിൽ നിന്ന് നമ്മളൊരു പോയിൻ്റ് കിട്ടി. ചരിഞ്ഞ ലൈൻ സെഗ്മെൻറ്റിൽ നിന്ന് 7/5, 8/3 അതും കിട്ടിയിട്ടുണ്ട്. ഇത്രയത്തിനകത്ത് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 7 - 11 കിട്ടുന്നത്. ഓക്കെ, അതിന് ശേഷം എഴുതിയിരിക്കുന്ന ഈ ഭാഗം ഇല്ലാത്തതാണ്. ബാക്കി ലഗ്രാഞ്ചി മൾട്ടിപ്ലൈസ് അടുത്ത വീഡിയോയിലിടാം.